ഇന്ന് നമുക്ക് രുചിയോടെ കോളിഫ്ലവർ പൊരിച്ചെടുത്താലോ? കോളിഫ്ലവർ വൃത്തിയാക്കി ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ 3 കപ്പ് വെള്ളം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കോളിഫ്ലവർ ഇട്ട് നന്നായി നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ കോളിഫ്ലവറൊക്കെ നന്നായി വെന്ത് റെഡിയായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിതിനെ ഇതുപോലെ കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് അതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യുക. രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഒരു നാരങ്ങയുടെ നീര് നമുക്ക് ചേർക്കാം. 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് പാകത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ ഈ രൂപത്തിൽ വേണം മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ മൊത്തമായി ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിങ്ങനെ ഓരോന്നായി എണ്ണയിലേക്ക് ഇടാം. ഇത് എണ്ണയിൽ നന്നായി ഫ്രൈ ആയി വരട്ടെ. കുറച്ച് കരിവേപ്പില കൂടി അതിൽ ചേർക്കുക. നമുക്ക് നല്ലൊരു മണം നമ്മുടെ കോളിഫ്ലവറിനും കിട്ടുന്നതായിരിക്കും. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആകുമ്പോൾ ഇതുപോലെ കോരിയെടുത്ത് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കംപ്ലീറ്റ് എണ്ണ പോയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇന്നത്തെ നല്ല രുചിയുള്ള ക്രിസ്പിയായ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.